നെക്സ്റ്റ് നമ്മൾ ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെ ഞാനിപ്പോൾ ഒന്ന് തിരിക്കുന്നുണ്ട്, കാരണം നിങ്ങൾക്ക് ക്യാമറ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ഫ്ലവർ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് നമ്മളെ ചെറിയ ഫിംഗറിന്റെ താഴെ വരുന്ന രീതിക്ക് ഇവിടെ ഞാൻ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഇവിടെ ഞാൻ സ്പൈറൽ ചെയ്യുന്നുണ്ട്. സെയിം ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ വീണ്ടും ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ഇതുപോലെ ഞാൻ 3 ഫ്ലവറാണ് ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു വെയിന് ഇങ്ങോട്ടേക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലും നമുക്ക് ലീഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് പഠിച്ചിട്ടുള്ള എലമെന്റ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ എലമെന്റ്സും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുപോലെ ചെയ്ത് കൊടുത്തു. ഇനി ഇവിടുന്ന് അതേപോലെ തന്നെ ഫിംഗറിലേക്ക്, ചെറിയ ഫിംഗറിലേക്ക് ഞാൻ കയറ്റിയിട്ടൊരു വെയിന് വരയ്ക്കുന്നുണ്ട്. അപ്പൊ ഇത് ബാക്ക് ഹാൻഡ് ആണെന്നുണ്ടെങ്കിൽ നെയില് നമുക്ക് വരച്ചു കൊടുക്കാം. ദെൻ ഇതിലും അതേപോലെ ലീഫ് ചെയ്ത് കൊടുക്കാണ്. ലീഫ് ഇങ്ങനെ ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കേവ് കൊടുക്കാം. അപ്പോൾ ഇതാ ഇവിടുന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു കേവ് ഇങ്ങോട്ട് ചെയ്യുന്നുണ്ട്. വളരെ തിന്നായിട്ടുള്ളൊരു കേവ് കൊടുത്താൽ മതി. പിന്നെ അതേപോലെ ഈ കേവ് നമ്മൾ ഇങ്ങനെ പോവുകയാണെന്നുണ്ട്, ഇതാ ഇതിലൂടെ വന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പോകും. അതേപോലെ തന്നെ ഇത് വീണ്ടും ഇവിടുന്ന് ഇങ്ങനെ കവറായിട്ട് ഇങ്ങനെ പോകും. ഈ ഒരു രീതിക്ക് കണക്റ്റഡ് ആയിട്ട് പോകുന്ന പോലെ കേവ് ലൈന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡോട്ട്സ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഡോട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇങ്ങനെ ഡോട്ട്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ അതേപോലെ തന്നെ ഇടയിൽ ഓരോന്ന് വലിയതൊക്കെ ചെയ്ത് കൊടുക്കുക. ഇങ്ങോട്ടേക്കും അതേപോലെ ചെയ്ത് കൊടുക്കാം. ഇങ്ങോട്ടേക്കും ഞാൻ ചെറുതാക്കി ഡോട്ട്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി
എനിക്ക് ഫിംഗേഴ്സിൽ ഡിസൈനും കാര്യങ്ങളും കൊടുക്കണമല്ലോ, അതേപോലെ തന്നെ ഇവിടെയും വേണമെങ്കിൽ നമുക്ക് ഫ്ലവർ ചെയ്യാം. നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു ഫ്ലവർ തന്നെ ഈ ഒരു ചൂണ്ടുവിരലിന്റെ ഇവിടേക്ക് കയറുന്ന ഭാഗത്തായിട്ട് സെയിം ഫ്ലവർ തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. വീണ്ടും ഒരെണ്ണം കൂടെ ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ഫ്ലവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൽ നിന്നും വെയിൻസ് നമുക്ക് ഫിംഗറിലേക്ക് ചെയ്ത് കൊടുക്കാം. ഈ ചൂണ്ടുവിരലിലേക്ക് നിൽക്കുന്ന രീതിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് അതിൽ ലീഫ് ചെയ്യാണ്. നമുക്ക് ആകെ കുറച്ച് എലമെന്റ് കിട്ടിയാലോ ആ എലമെന്റ്സ് വെച്ചിട്ട് തന്നെ ഡിസൈൻസ് പല രീതിക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളതിൽ വളരെ കുറച്ച് എലമെന്റ്സ് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പാർട്ടി എന്ന് നമുക്ക് ഒരുപാട് ഡിസൈൻസ് അതിൽ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നേരത്തെ ചെയ്ത പോലെ കേവ് കൊടുത്തിട്ട് ഡോട്ട്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് ഞാനിതാ ഇവിടുന്ന് ഇങ്ങനെ കേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതാ ഇവിടെ അവസാനിക്കുന്ന രീതിക്ക് ഇങ്ങനെ ഒരു കേവ് കൊടുത്തിട്ടുണ്ട്. ആ കേവിനെ നമുക്ക് വേണമെങ്കിൽ കണക്റ്റഡ് ആയിട്ട് താഴേക്കും കൊണ്ടുവരാം. ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെയല്ലേ നിന്നത്, ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ വന്ന് ഇങ്ങനെ കണക്റ്റ് ആയിട്ട് വരുന്ന രീതിക്ക് ഇങ്ങനെയോ, അല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് വേണമെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടും കൊടുക്കാം കേട്ടോ. ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. കൊടുത്തു. ദെൻ അടുത്തത് ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യും, കേവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ ആ ഒരു കണക്ഷനെ നമുക്ക് ഇവിടുന്ന് താഴേക്കും കൊടുക്കാം. ഇതാ ഇവിടുന്ന് താഴേക്കും കൊടുക്കാം കേട്ടോ. ഇങ്ങനെ അവസാനിക്കുന്ന രീതിയിൽ ഒരു കണക്റ്റഡ് ആയിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഡോട്ട്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡോട്ട്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് ഗ്യാപ്പ് ഇട്ട് ചെയ്യരുത് കേട്ടോ. അടുപ്പിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ എൻഡിൽ വേണമെങ്കിൽ നമുക്ക് ലീഫ് പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ദെൻ ഇവിടേക്കും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. മുകളിലേക്ക് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ആ ഫിംഗറിലേക്കായി. ഇനി നമുക്ക് ബാക്കി വരുന്ന ഫിംഗേഴ്സിലും കൂടെ നോക്കിയാൽ മതി. ബാക്കി വരുന്ന ഫിംഗേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ വേണേൽ ഒരു കേവും കൂടെ ഇവിടെ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ
ജസ്റ്റ് ചെറിയ ലീഫുകൾ കൊടുത്തിട്ട് ഒരു കേവ് ഇവിടെ നിന്ന് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഓവറായിട്ട് ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടോ, ഒന്നുകൂടെ ഭംഗിയാവും എന്ന് തോന്നുകയാണെങ്കിൽ എവിടെയെങ്കിലും കേവും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഞാനൊന്നും തിരിച്ചു പിടിക്കുന്നുണ്ട് ഫിംഗേഴ്സിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഫിംഗറിൽ ഞാനിതാ ചെറിയ ഫിംഗറിൽ ഓൾറെഡി ആയി. ഈ ഒരു ഫിംഗറിലേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിതാ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് സെയിം ഫ്ലവർ തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. നെയിലിൻ്റെ അടുത്തായിട്ട് വരുന്ന രീതിക്ക്. വീണ്ടും ഫുൾ കിട്ടൂല, ഒരു ഹാഫ് സ്പൈറൽ പോലെ കൊടുത്തിട്ട് കുറച്ച് ഭാഗം ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ദെൻ ഇവിടുന്ന് ഇതുപോലെ ഒരു കേവ് കൊടുത്തിട്ട് അതിൽ ഡോട്ട് കൊടുക്കുന്നുണ്ട്. അത്രയാണ് ഞാൻ ഈ ഫിംഗറിൽ ചെയ്യണത്. ഇനി ഇവിടെ വേണമെങ്കിൽ ഗ്യാപ്പ് വേണ്ടാന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ലൈനൊക്കെ കൊടുക്കാം. ലൈന് 3 വേണമെങ്കിൽ കൊടുത്തിട്ട് സെൻറ്ററിൽ ഇതുപോലെ ഡോട്ട് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒരെണ്ണം കൂടെ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് സെൻറ്ററിലുള്ളൊരു ഫിംഗർ ഉണ്ട്, അതിൽ ഞാൻ ഇതാ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒരു ലൈന് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ലീഫ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൽ